യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ഫണ്ട് തട്ടിപ്പാരോപണത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് പരാതിക്കാരിയായ അഡ്വക്കേറ്റ് TR ലക്ഷ്മിയുടെ മൊഴിയെടുത്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാനെന്ന പേരിൽ പിരിച്ച പണം തട്ടിയെടുത്തുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെ 8 പേർക്കെതിരെയായിരുന്നു കോലഞ്ചേരി സ്വദേശിനിയും അഭിഭാഷകയുമായ TR ലക്ഷ്മി പോലീസിൽ പരാതി നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി വീട് നിർമ്മിക്കാനെന്ന പേരിൽ താൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ മനഃപൂർവ്വം പറഞ്ഞുപറ്റിച്ച് പണം സമാഹരിച്ചത് അന്യായമായ ലാഭമുണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യം. പരാതി സ്വീകരിച്ച സെൻട്രൽ പോലീസ് അഡ്വക്കേറ്റ് TR ലക്ഷ്മിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. മൊഴി പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി സംസ്ഥാനതലത്തിൽ 2.80 കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് 30 വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും 2 ലക്ഷം രൂപ വീതം ശേഖരിക്കുകയും ചെയ്തു. 88 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്തതായാണ് ഔദ്യോഗിക വിവരമെങ്കിലും ഈ ഫണ്ട് ഉപയോഗിച്ചത് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നും പിരിച്ചെടുത്ത തുക ദുരുപയോഗം ചെയ്തതായി സംശയിക്കുന്നുവെന്നും ലക്ഷ്മി സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ വിമർശനം ഉയർന്നതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ദുരന്തബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ലെന്നും ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങാത്തത് നാണക്കേടാണെന്നുമാണ് പ്രതിനിധികൾ പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് നേതാക്കൾക്കെതിരെ അഡ്വക്കേറ്റ് ലക്ഷ്മി പോലീസിൽ പരാതി നൽകിയത്. കൈരളി ന്യൂസ്, കൊച്ചി.